എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ കപ്പൽ യാത്രയുടെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഞങ്ങളീ പോയ കപ്പലാണ് ഈ കാണുന്നത്. ഗബ്രിയേല എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. കപ്പലിൻ്റെ ഉള്ളിലുള്ള സൂപ്പർ മാർക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കപ്പലിൻ്റെ വീഡിയോയുടെ ഒന്നാം ഭാഗം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. കപ്പലിൻ്റെ ഉള്ളിലുള്ള സൂപ്പർ മാർക്കറ്റ് ആയാലും വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. ഒരുപാട് ഐറ്റംസുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. മദ്യങ്ങളും അതുപോലെ ടോയ്സുകൾ എന്തൊക്കെ നമുക്ക് വേണം അതെല്ലാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. തുണിത്തരങ്ങൾ, ഷൂസുകൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഡബിൾ റേറ്റാണ് ഇവിടെ ഉള്ളത്. ഈ കപ്പലിനുള്ളിലുള്ള കാഴ്ചകൾ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. നമുക്കിനി ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോകാം. അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഇപ്പോൾ സ്വീഡൻ്റെ കരയാണ് കാണുന്നത്. സ്വീഡനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ കപ്പൽ അങ്ങോട്ട് സ്വീഡനിലേക്ക് എത്തിച്ചേരും.
അങ്ങനെ ഞങ്ങൾ ഏകദേശം 16-17 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഫിൻലാൻഡിൽ നിന്ന് സ്വീഡനിലേക്ക് എത്തിച്ചേർന്നത്. ഇനി സ്വീഡനിലെ കാഴ്ചകളാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാനുള്ളത്. യാത്രക്കാരെല്ലാം കപ്പലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനുശേഷം താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ബസ് കപ്പലിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബസ് കപ്പലിൽ നിന്ന് ഇറക്കിയതിന് ശേഷം വേണം ഞങ്ങൾക്ക് യാത്ര തുടരാനായിട്ട്. ഞങ്ങളുടെ കപ്പൽ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വീഡൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്റ്റോക്ക്ഹോമിലേക്കാണ്. അപ്പോൾ സ്റ്റോക്ക്ഹോമിൻ്റെ കാഴ്ചകളാണ് ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ ചിത്രീകരിച്ച് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെയുള്ള ഒരു പ്രചോദനം. ഞങ്ങൾ വന്നിറങ്ങിയ കപ്പലാണ് കാണുന്നത്. വളരെ വലിയ ഒരു മനോഹരമായിട്ടുള്ളൊരു കപ്പൽ തന്നെയായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു ഫിൻലാൻഡിൽ നിന്ന് സ്വീഡനിലേക്കുള്ള യാത്ര. എന്തായാലും ഒരു 16-17 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങളവിടെ എത്തിച്ചേർന്നു.